ഹായ് ഹലോ നമസ്കാരം, ഷാനുവാണ്. യെസ്, കേരളം കാത്തിരുന്ന വിധി എത്തിയിരിക്കുകയാണ്. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നതാണ് നെയ്യാറ്റിൻകര കോടതിയുടെ ശിക്ഷാവിധി. മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം ഗ്രീഷ്മ. വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നതാണ്. ഷാരോൺ കൊലപാതക കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് അങ്ങനെ വധശിക്ഷ കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് അമ്മമാരുടെ മനസ്സിൽ സന്തോഷമുണ്ട്. കാര്യം പണ്ടത്തെ പ്രണയമല്ല ഇപ്പോഴത്തെ പ്രണയം. ഇപ്പോഴത്തെ പ്രണയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജീവൻ വെച്ചുള്ള കളിയാണെന്ന് പഠിപ്പിച്ചൊരു പാഠമാണ് ഈ ഗ്രീഷ്മ ഷാരോൺ വിഷയം. പക്ഷേ ഈ വിഷയത്തിൽ പോലും ഒരു പുരുഷൻ എങ്ങനെയാണ് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നതെന്ന് കാണിച്ചു തന്ന ഒരു പ്രണയമായിരുന്നു ഷാരോണിൻ്റെ പ്രണയം. തൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷം വരെയും ആ പെണ്ണിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാൻ അയാൾ നിന്നിട്ടില്ല. പ്രണയം നടിച്ചുകൊണ്ട് തന്നെ കൊലപാതകം നടത്തുകയാണ്. പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരോൺ. പ്രണയപ്പക ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല. ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. അവസാന ഘട്ടത്തിൽ പോലും ഗ്രീഷ്മയുടെ പേര് പറയാൻ ഷാരോൺ തയ്യാറായിട്ടില്ല. അതെ 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 അത് മരിക്കുമെന്ന് ഏകദേശം 99% ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത്. അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. അത് പ്രണയപ്പകയല്ല, പ്രണയപ്പക എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ 2 സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ നിന്ന് പിന്മാറാതെ വന്നപ്പോഴാണ് കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ ഈ പ്രവൃത്തി. വധശിക്ഷ വിധിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. വധശിക്ഷ ഇന്ന് നടപ്പാക്കും എന്നില്ല. ഇനി വധശിക്ഷ ഇതിന് മാറുമോ എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് വധശിക്ഷ അങ്ങനെ കൊടുക്കാറില്ല. പ്രധാനമായിട്ടും ഇത്ര വലിയ ശിക്ഷയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മാതിരി ശിക്ഷയൊക്കെ ആയിരിക്കണം. ഇപ്പം നമ്മുടെ അജ്മൽ കസബിനെയൊക്കെ തൂക്കിലിറ്റതുപോലെ രാജ്യദ്രോഹം അത്രത്തോളം പീക്ക് ലെവലൊക്കെയുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം ഇത് വിഷം കൊടുത്ത് കൊന്ന ഒരു കേസിൽ ഒരു കീഴ്ക്കോടതി തൂക്കുകയർ വിധിച്ചു എന്നുണ്ടെങ്കിൽ മേലിലോട്ട് പോകുമ്പോൾ അത് തൂക്കുകയറൊക്കെ മാറിയിട്ട് സ്വാഭാവികമായിട്ടും ജീവരുന്നതായിട്ടൊക്കെ മാറും. അത് മുന്നോട്ട് പോകുമ്പോൾ കേട്ടോ. പക്ഷെ ഇപ്പോഴേ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും വലിയ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടി ജഡ്ജിയോട് പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഞാൻ പഠിക്കാൻ പിടിക്കുകയാണ്, എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല, അച്ഛനമ്മയ്ക്ക് ഒരു മോളാണ്, എനിക്ക് അവരെ നോക്കേണ്ടതുണ്ട്, എൻ്റെ ചെറിയ പ്രായമാണ്, അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ശിക്ഷയെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആ ജഡ്ജി ഈ ഒരു വിധിയെ എടുത്തത് ആ രീതിയിലാണ്. അദ്ദേഹം പറഞ്ഞത് ഷാരോണിൻ്റെയും അതേ പ്രായമാണ് ഗ്രീഷ്മയ്ക്ക്, അപ്പോൾ അവന് ജീവിക്കാൻ അവകാശമില്ലാത്ത ഭൂമിയിൽ നീയും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇന്നത്തെ പ്രണയങ്ങളെന്ന് പറഞ്ഞതിൽ പേടിയാണ്. പ്രണയങ്ങളെ കാണുമ്പോൾ പേടിയാണ്. പണ്ടൊക്കെ പ്രണയം സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് വീട്ടുകാരോട് അടിയുണ്ടാക്കുക, വിഷയം ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഉള്ളത്. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്നവർ തമ്മിലാണ് കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പ്രണയിച്ചൊരു 18-19 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പ്രണയിനികളെ ഒന്നും ചെയ്യാൻ നമ്മുടെ നിയമത്തിൽ ഇപ്പോൾ കഴിയില്ല. അവർക്ക് അവരുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഇവർ തമ്മിലുള്ള വിഷയമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നിസ്സാരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്നൊരു സംഭവമായിരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാമായിരുന്നു. അതിനെ പോലെ ആ ഒരു രീതി ചിന്തിക്കാതെ എങ്ങനെ കൊന്നു കളഞ്ഞേക്കാം എന്നാണ് ചിന്തിച്ചത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവളുടെയും അവൻ്റെയും സ്വകാര്യ വീഡിയോസും ഫോട്ടോസും അവൻ്റെ കയ്യിലുണ്ട്, അത് പുറത്താകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ പോലീസ് പറഞ്ഞിരിക്കുന്നത് അവർ വിശദമായി അന്വേഷിച്ചു, അങ്ങനൊരു സാധനവും ഇല്ല. അപ്പോൾ ഇവള് പറഞ്ഞത് തുടക്കം മുതൽ അവസാനം വരെയും പിടിച്ചു നിൽക്കാനുള്ളൊരു കള്ളം മാത്രമാണ്. ഇനി എനിക്ക് പറയാനുള്ളത് പ്രണയിക്കാൻ പോകുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടുമാണ്. കഴിവതും പുറത്തു പോകുമ്പോൾ ആഹാരം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആഹാര കഴിപ്പ് മാക്സിമം ഒഴിവാക്കുക. തടിക്ക് നല്ലതായിരിക്കും. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.